ഓണവിപണിയിലെ വിശേഷങ്ങൾ. ചിങ്ങം പിറന്നിട്ടും മലബാർ മേഖലയിലെ നേന്ത്രപ്പഴത്തിന് ഡിമാൻഡ് ഉയരുന്നില്ല. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതോടെ ചിപ്സ് വിപണിയിലുണ്ടായ മാന്ദ്യവും ഒരു കാരണമാണ്. നോക്കാം മാർക്കറ്റിലെ ഇന്നത്തെ കാഴ്ചകൾ. 2 കിലോ 100, 2 കിലോ 100, ഏത്തപ്പഴം 2 കിലോ 100 രൂപ, 2 കിലോ 100. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതോടെ നമ്മുടെ നാട്ടിലെ ഏത്തക്കായ് കർഷകരും ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് ഒന്നറിഞ്ഞു വരാം. ഓണത്തിന് ഇലയുടെ തുമ്പത്ത് കറികൾക്കൊപ്പം സ്ഥാനം പിടിക്കുന്ന ഒരാളാണ് നമ്മുടെ ചിപ്സ്. പക്ഷേ ഓണമിങ്ങെത്തിയിട്ടും പഴത്തിന് ആവശ്യക്കാരില്ലാത്തതിനാൽ ആശങ്ക പ്രകടിപ്പിക്കുന്നവരാണ് ഇപ്പോഴത്തെ വ്യാപാരികൾ. ചിങ്ങം പിറന്നിട്ടും നേന്ത്രപ്പഴത്തിന് പോലും കാര്യമായ ആവശ്യക്കാരില്ലാത്ത സ്ഥിതിയാണ്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതോടെ ചിപ്സ് വിപണിയിലുണ്ടായ മാന്ദ്യമാണ് ഒരു കാരണം. ചിപ്സ് വ്യാപാരത്തിലുണ്ടായ കുറവ് പഴവ്യാപാരത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഉൽപാദനം കൂടുതലായതിൻ്റെ പേരിൽ വില കുറവാണ്. വെളിച്ചെണ്ണക്ക് വില കൂടിയേക്കണ കാരണം ചിപ്സിന് ആൾക്കാർ മേടിക്കാൻ പഠിക്കണം. ചിപ്സ് മേട്ടുപ്പാളയത്തിന് കായ വന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ കായില്ല, കായ കുറവാണ്. അതുപോലെ വലിപ്പം കുറവ് നാട്ടിലെ കായൽ. കച്ചവടം ഇപ്പോൾ ഈ വെളിച്ചെണ്ണക്ക് വില കൂടിയേക്കണ കാരണം കച്ചവടം ഡിമ്മാണ്. ചിപ്സിന് ആൾക്കാർ കൊണ്ടുപോകാൻ പഠിക്കണം. 40 രൂപയുള്ളൂ വില, റേറ്റ് വളരെ കുറവാണ്. ഓണസമയത്തിന് കൂടുമെന്നറിയില്ല, ചിലപ്പോൾ ഇനി കൂടിയാൽ തന്നെ ഓവറായിട്ട് കൂടില്ല. കൂടിയ ഒരു 10 രൂപയുടെ വ്യത്യാസം വരുള്ളൂ ഈ ഓണത്തിൻ്റെ പേരിൽ. കർണാടകയിൽ നിന്നും മേട്ടുപ്പാളയത്തിൽ നിന്നുമൊക്കെയാണ് വ്യാപാരികൾ പഴങ്ങൾ വ്യാപാരത്തിനായി എത്തിക്കുന്നത്. കിലോയ്ക്ക് 37 മുതൽ 40 രൂപ വരെ വിലയിട്ടാണ് മൊത്തവിതരണക്കാർ നൽകുന്നത്. പഴുത്ത പഴത്തിന് 40 രൂപയിട്ടും മൊത്തവിതരണക്കാർ എടുക്കുന്നുണ്ട്. 48 രൂപയാണ് ചില്ലറ വിൽപ്പനക്കാരും നൽകുന്നത്. മുൻപ് വയനാട്ടിൽ നിന്നായിരുന്നു ഓണക്കാലത്തേക്കുള്ള പഴം വന്നിരുന്നത്. ഗൂഡല്ലൂർ, ഗുണ്ടൽപേട്ട എന്നിവിടങ്ങളിലെല്ലാം വ്യാപകമായി നേന്ത്രവാഴ കൃഷിയുമുണ്ട്. ഓണക്കാലം കണക്കാക്കിയാണ് ഇവിടെ കൃഷിയെടുക്കുന്നതും. പഴവിപണിയിൽ ആവശ്യക്കാർ കുറയുന്നതിൽ വ്യാപാരികൾ ഇപ്പോൾ അവരുടെ ആശങ്കകൾ പങ്കുവച്ചതാണ് നാം കേട്ടത്. ഇത്തവണത്തെ ഓണത്തിന് പഴം അത്ര സേഫ് അല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറാമാൻ ബേസിലിനോടൊപ്പം റിപ്പോർട്ടർ വീണ സനു, മൈഫിൻ TV, കൊച്ചി.